കേരളത്തിൽ കഴിഞ്ഞ 10 വർഷമായി പ്രതിപക്ഷത്തിരിക്കുന്ന കോൺഗ്രസ്, മുസ്ലിം ലീഗ്, അതിൻ്റെ ആ മുന്നണി സംവിധാനം. പക്ഷേ പ്രതിപക്ഷത്തിരുന്നിട്ടും ഇപ്പോൾ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ടൊക്കെ വലിയ സാമ്പത്തിക അഴിമതി ആരോപണങ്ങൾ കേൾക്കുന്ന പ്രശ്നം ഒരു ഭാഗത്ത്. രണ്ടാമത്തേത് യുവജന നേതാക്കൾ ഈ ഇരു പാർട്ടികൾക്കും വലിയ തലവേദന ഉണ്ടാക്കുന്ന സാഹചര്യം. കേരളത്തിൻ്റെ പൊതുമണ്ഡലത്തിൽ രാഷ്ട്രീയമായി ഈ സമീപകാലത്ത് ഏറ്റവും അധികം ചർച്ച ചെയ്തത് ഈ ഇരു പാർട്ടികളുടെയും യുവജന നേതാക്കളെക്കുറിച്ചാണ്, അവരുടെ പ്രവർത്തന ശൈലിയെക്കുറിച്ചാണ്, അവരുമായി ബന്ധപ്പെട്ട സാമ്പത്തിക ഇടപാടുകളിൽ ഉയരുന്ന ഗുരുതരമായ സംശയങ്ങളാണ്. പലതിനും മറുപടിയില്ലാതെ നിൽക്കുന്ന സാഹചര്യമാണ്. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പ്രശ്നം അവിടെ നിന്ന് കുറേ കൂടി കടന്ന് മുന്നോട്ട് പോകുന്ന വളരെ ഗൗരവമായ ഒരു രാഷ്ട്രീയ പ്രശ്നമായി കോൺഗ്രസിന് മുമ്പിൽ നിൽക്കുകയാണ്. ഒട്ടും പ്രതീക്ഷിക്കാതെ ഇപ്പോൾ VT ബൽറാമും വന്ന് അദ്ദേഹത്തിൻ്റെ സോഷ്യൽ മീഡിയ ടീമും ഇങ്ങനെ മൂക്കും കുത്തി വീഴുന്ന അവസ്ഥയാണ്. അത് ഹൈക്കമാൻഡ് തന്നെയാണ് ഏറ്റവും അധികം അതിൽ ബുദ്ധിമുട്ടുന്ന നിലയുണ്ടായത്. അങ്ങനെ കോൺഗ്രസ് രാഷ്ട്രീയം യഥാർത്ഥത്തിൽ പ്രതിപക്ഷത്തിരിക്കുമ്പോഴും അവരുടെ ഈ രീതികളെല്ലാം വലിയ തോതിൽ ചർച്ച ചെയ്യുന്ന, കോൺഗ്രസിനെ സംബന്ധിച്ച് ഒരു തരത്തിലും ഗുണകരമല്ലാത്ത, അങ്ങേയറ്റം പ്രതികൂലമായ ഒരു സാഹചര്യം യഥാർത്ഥത്തിൽ കേരളത്തിൻ്റെ ജനജീവിതവുമായി ബന്ധപ്പെട്ടൊന്നും ഒരു തരത്തിലും ശ്രദ്ധിക്കാനോ ഇടപെടാനോ ഒന്നും കഴിയാത്ത വിധം തുടർച്ചയായി പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്ന ഒരു പ്രതിപക്ഷം എന്ന നിലയിൽ പോലും പ്രവർത്തിക്കാൻ കഴിയാത്തൊരവസ്ഥയിലേക്ക് ദിനംപ്രതി മാറുകയാണോ? തീർച്ചയായും ശരത്ത്, അത് കോൺഗ്രസിനുള്ളിൽ തന്നെ ഇപ്പോൾ സജീവമായിട്ടുള്ള വിമർശനമാണ്. അവർക്കൊരു രാഷ്ട്രീയ അജണ്ട നിശ്ചയിക്കാൻ കഴിയുന്നില്ല. കേരളത്തിലെ പ്രതിപക്ഷത്തിന് അത് അവരെടുത്തിട്ടുള്ള അന്ധമായി ഭരണപക്ഷത്തെ, സംസ്ഥാന സർക്കാരിനെ എതിർക്കുക, അത് കേരളത്തിന് തന്നെ എതിരായി മാറുന്ന അവസ്ഥ. BJP കടുത്ത സാമ്പത്തികമായി കേരളത്തെ വരിഞ്ഞു മുറുക്കാനുള്ള ശ്രമം നടത്തുമ്പോഴും എങ്ങനെയെങ്കിലും സാമ്പത്തികമായി പിന്നോട്ടടി ഉണ്ടാവുമെങ്കിൽ അങ്ങനെ ഉണ്ടായിക്കൊള്ളട്ടെ. ഗവർണർ സംസ്ഥാന സർക്കാരുമായി ഉണ്ടായിട്ടുള്ള ഏറ്റുമുട്ടലുകൾ, ഉന്നത വിദ്യാഭ്യാസ മേഖലയിലെ ഗവർണറുടെ ഇടപെടൽ, പല വിഷയങ്ങളിലും സാമ്പത്തികമായി ഈ വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട സാമ്പത്തികമായി കേരളത്തെ വരിഞ്ഞു മുറുക്കാനുള്ള ശ്രമം, ഇന്ത്യ സർക്കാർ തന്നെ സംസ്ഥാനത്ത് നൽകേണ്ട വികസന പ്രവർത്തനങ്ങളിലുള്ള പങ്കാളിത്തം, വികസന പ്രവർത്തനങ്ങൾ ഓരോന്ന്, ഇപ്പോൾ കേരളയിലാകട്ടെ, ഇപ്പോൾ നമ്മുടെ ദേശീയപാത വികസനമാകട്ടെ, ഇങ്ങനെ പല പദ്ധതികളെ സംബന്ധിച്ച് എതിർപ്പ് ഉന്നയിക്കുക. അങ്ങനെ പലതരത്തിൽ രമേശ് ചെന്നിത്തല കാലഘട്ടത്തിൽ തുടങ്ങി VD സതീശനിലേക്ക് എത്തുമ്പോൾ ഇപ്പോൾ ക്യാമറ വിവാദം തന്നെ നമുക്കറിയാവുന്നതാണ്. കോടതിയിൽ പോയി പരാജയപ്പെടുക, അങ്ങനെ ഒരു തുടർച്ചയായി ഒരു പരാജയത്തിൻ്റെ കയ്പ് രുചി മാത്രം രുചിച്ച് മുന്നോട്ട് പോകുന്ന ഒരു പ്രതിപക്ഷമായി മാറുന്നു. അവരുടെ രാഷ്ട്രീയ അജണ്ട, പൊളിറ്റിക്കൽ ഐഡിയോളജി എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്ന കാര്യത്തിൽ അവർക്ക് തുടക്കത്തിലെ തെറ്റുപറ്റി. അതിനൊപ്പമാണ് അവരുടെ സംഘടനാ സംവിധാനത്തിൽ വന്ന വലിയ പാളിച്ച. സാധാരണ ഗ്രൂപ്പുകളുടെ ഒരു പ്രതാപകാലത്തിൽ നിന്ന്, ഉമ്മൻചാണ്ടിയുടെയും ഒപ്പം തന്നെ രമേശ് ചെന്നിത്തല വരെയുള്ള കാലഘട്ടത്തിൽ നിന്ന് ഒരു പവർ ഗ്രൂപ്പിലേക്ക്, അത് VD സതീശൻ്റെ കാലത്തേക്ക് ഒരു പവർ ഗ്രൂപ്പിലേക്ക് പോയി. VD സതീശൻ ഏറെക്കുറെ തെറ്റിദ്ധരിക്കപ്പെട്ടതോ അങ്ങനെയാണ് പൊതുരാഷ്ട്രീയമെന്ന് അദ്ദേഹം മനസ്സിലാക്കിയതിലോ ഉള്ള പിശകായിരിക്കാം. ഒരു തരത്തിൽ സോഷ്യൽ മീഡിയ എഞ്ചിനീയറിംഗ് മാത്രമാണ്, അതാണ് ജനങ്ങളുടെ അഭിപ്രായം, പൊതുജന അഭിപ്രായം എന്ന തരത്തിൽ തെറ്റിദ്ധരിക്കപ്പെടുകയും അത് ഷാഫി പറമ്പിലിൻ്റെയും രാഹുൽ മാങ്കൂട്ടത്തിനെയും ഒക്കെ പരമാവധി പ്രോത്സാഹിപ്പിക്കുന്ന ഒരു സമീപനത്തിലേക്ക് VD സതീശൻ പോവുകയും ചെയ്തു. അതിൻ്റെ അവസാനത്തെ തിക്താനുഭവമാണ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഈ രാജിയിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒപ്പമാണ് ശരത്ത് സൂചിപ്പിച്ച ഈ യുവജന പ്രസ്ഥാനങ്ങൾ എന്ന നിലയിൽ, കോൺഗ്രസ് എന്ന നിലയിൽ എന്ത് സമീപനമാണ് ജനങ്ങളുടെ മുന്നിൽ മുന്നോട്ട് വയ്ക്കുന്നത്. അത് KPCCയുടെ 1000 വീടുകളുടെ പദ്ധതിയായിരുന്നാലും, ഈ വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട് അവർ പ്രഖ്യാപിച്ച 100 വീടുകളുടെ പദ്ധതിയായിരുന്നാലും, അവർ 100 വീടുകളെ സംബന്ധിച്ച് പണം സമാഹരിച്ചിട്ടില്ല, ഭൂമി അവർ ഏറ്റെടുത്തിട്ടില്ല, സർക്കാരുമായി സഹകരിക്കുന്നില്ല. സർക്കാരുമായി സഹകരിച്ചാൽ തന്നെ ഒരു വീടിൻ്റെ നിർമ്മാണത്തിന് 20 ലക്ഷം രൂപ വേണം. ഇനി ഭൂമി വാങ്ങി ആ തുക കണ്ടെത്തി ഇനി എന്നാണ് വീട് വെച്ച് നൽകുക. അപ്പോൾ ജനങ്ങൾക്ക് മുന്നിൽ ഈ പ്രതിപക്ഷത്തിന് എന്ത് മാതൃക സൃഷ്ടിക്കാൻ കഴിയുന്നു എന്ന വിലയിരുത്തൽ കഴിഞ്ഞ ദിവസം തന്നെ നമ്മൾ രാവിലെ ഗുഡ് മോർണിംഗ് കേരളത്തിൽ ചർച്ച ചെയ്തതാണ്. അത് കഴിഞ്ഞ DYFIയുടെ ഈ പറഞ്ഞ തിരുവോണ ദിവസം അവർ നൽകിയ സദ്യ, കേരളത്തിലെ എല്ലാ സർക്കാർ ആശുപത്രികളിൽ അവർ വിതരണം ചെയ്ത പൊതിച്ചോറ് വിതരണം, ഒപ്പം തന്നെയാണ് മറുഭാഗത്ത് യൂത്ത് കോൺഗ്രസിൻ്റെ ലീഡർഷിപ്പും എന്ത് ചെയ്തു എന്ന വിമർശനം. അത് പാർട്ടി പ്രവർത്തകരോ പാർട്ടി അണികൾ മാത്രമല്ല, ജനങ്ങൾ തന്നെ സോഷ്യൽ മീഡിയയിൽ അത് പങ്കുവയ്ക്കുന്ന അവസ്ഥയുണ്ട്. അതുകൊണ്ട് വല്ലാത്തൊരു പ്രതിസന്ധിയാണ് കേരളത്തിലെ UDFും കോൺഗ്രസും അനുഭവിക്കുന്നത്. ശരി, നിർഭനാണ്. വളരെ വിശദമായി തന്നെ പുതിയ രാഷ്ട്രീയ വിവാദം കേരളത്തിലെ കോൺഗ്രസിനെ ഏതൊക്കെ തരത്തിൽ ബാധിച്ചിരിക്കുന്നു, ഹൈക്കമാൻഡിന്, കോൺഗ്രസിൻ്റെ ദേശീയ നേതൃത്വത്തിന് തന്നെ അങ്ങേയറ്റം നാണക്കേടുണ്ടാക്കുന്ന ഒരു തലത്തിൽ കേരളത്തിലെ KPCCയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന സോഷ്യൽ മീഡിയ വിഭാഗം പ്രവർത്തിച്ചതുമൂലമുണ്ടായ രാഷ്ട്രീയമായ ആഘാതം, അത് ഇന്ത്യ മുന്നണിയെ തന്നെ ബാധിക്കും വിധത്തിൽ ബീഹാറിൽ മാറുന്നു. ബീഹാറിനെയും BDയെയും ഒരുപോലെ താരതമ്യം ചെയ്തുകൊണ്ട് ഇപ്പോൾ GST സ്ലാബ് മുമ്പ് പറഞ്ഞതുപോലെ പല നിരക്കുകളും പല ശതമാനങ്ങളിലുള്ളത് ഒഴിവാക്കി
ഒഴിവാക്കിയതുമായി ബന്ധപ്പെട്ട ഒരു സാഹചര്യത്തെ പരാമർശിക്കാൻ വേണ്ടി ചെയ്ത ഒരു കൃത്യമാണ്, അതൊരു കൊടും കൈയായി മാറിയത് എന്നുള്ളതാണ്. യഥാർത്ഥ രാഷ്ട്രീയം ഒന്നും മനസ്സിലാക്കാതെ പെരുമാറുന്നു എന്ന ഗുരുതര വിമർശനം വരുന്നു. അത് പ്രതിപക്ഷ മുന്നണിക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന നില വരുന്നു. ബീഹാറിലാകെ അത് സഖ്യത്തിനെതിരായി തീരുന്ന നിലയിൽ BJP അത് ആയുധമാക്കുന്നു എന്നതൊക്കെയുള്ള വിഷയങ്ങൾ അതിൽ നിൽക്കുകയാണ്. അതാണ് ഇതിലെ പ്രധാന കാര്യം.